പ്രമുഖ കവയിത്രി അജിത കൃഷ്ണ മുക്കാളിയുടെ നേതൃത്വത്തിൽ ദേശശബ്ദം പബ്ലിക്കേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിക്കുന്ന സ്വതന്ത്ര ശബ്ദം മാസിക പുനഃപ്രസിദ്ധീകരിച്ചു. വടകരയിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. പുതുമുഖ കവികൾക്ക് അവസരം നൽകി 1001 നക്ഷത്രങ്ങൾ എന്ന പേരിൽ 1001 രചയിതാക്കളുടെ രചനകൾ ചേർത്തുവച്ച കവിതാ സമാഹാരം ഉടൻ പുറത്തിറക്കുന്നതിന്റെ ഭാഗമായി പ്രഥമ സംഗമം സംഘടിപ്പിച്ചു. വടകരയിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. അവരെ കുറിച്ച് ലോകം അമ്പരന്ന് ഒരു 8 ദിവസത്തേക്കാണ് അവർ ബഹിരാകാശത്തേക്ക് ഒരു 8 ദിവസത്തേക്ക്. പക്ഷെ അവർക്ക് അവിടെ 6 മാസക്കാലത്തോളം ഏതാണ്ട് 6 മാസക്കാലത്തോളം അവർക്ക് താമസിക്കേണ്ടി വന്നു. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചത്, എന്താണ് നിങ്ങളുടെ ശക്തി? അപ്പൊ അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ശക്തി ഒരു സ്ത്രീ എന്ന നിലയിൽ ആത്മവിശ്വാസമാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഈ മാർച്ച് 8 ലോകത്തെ ഏതാണ്ട് 50% വരുന്ന ഒരു സമൂഹം ഇപ്പോഴും വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വലിയ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ആ കണക്കിൽ പറയുന്നത് ലോകത്ത് 193 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലെ എല്ലാ അസംബ്ലികളിലെയും വനിതാ പ്രാതിനിധ്യം എടുത്താൽ 26% മാത്രമേ ഉള്ളൂ. ലോകത്തെ എല്ലാ ജനപ്രതിനിധികളുടെയും കണക്കെടുക്കുമ്പോൾ 26% രാജ്യങ്ങളെ നയിക്കുന്നവരുടെ എണ്ണം എടുത്ത് പരിശോധിക്കുമ്പോൾ 11% മാത്രമാണ്. അക്ഷരമില്ലാത്തവർ ലോകത്ത് ഒരുപാടുണ്ട്. അവരിൽ 2 പേരും സ്ത്രീകളാണ്. ഇങ്ങനെ പ്രചോദനാത്മകമായി ചിന്തിക്കുന്ന സ്ത്രീകൾ അത്ഭുതം കാണിക്കുമ്പോൾ നമ്മൾ പല സ്ത്രീകളും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നത് ഒരു ദുഃഖസത്യമാണ്. ചടങ്ങിൽ വെച്ച് പ്രശസ്ത സാഹിത്യകാരൻ രാജാറാം തൈപ്പള്ളി സ്വതന്ത്ര ശബ്ദം മാസിക രാജൻ അരുണാലയത്തിന് നൽകി പ്രകാശനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷു മുഖ്യാതിഥിയായി. ചടങ്ങിൽ ഹരി വെങ്ങാട് അധ്യക്ഷത വഹിച്ചു. ദേശശബ്ദം പബ്ലിക്കേഷൻ ഡയറക്ടർ ആൻഡ് എഡിറ്റർ അജിത കൃഷ്ണ മുക്കാളി, വി പി പ്രമോദ്, അജി പത്മിനി, ബിന്ദു മാളിയേക്കൽ, പ്രമോദ് കണ്ണൂക്കര, രമ്യ നിജീഷ്, സെറീന CP എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ബിഷ്മില PT സ്വാഗതവും സുനിൽ എടേരിങ്കൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.